നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പീഡ് ന്യൂസ് 20യിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഐറിഷ് സർവകലാശാലകളിൽ പഠിക്കാൻ പലസ്തീനികൾ. ഗാസയിൽ നിന്നുള്ള 52 പാലസ്തീനി യുവാക്കൾ അയർലൻഡിലേക്ക്. ഐറിഷ് സർവകലാശാലകളിൽ വിദ്യാർത്ഥികളാകാനാണ് അവർ എത്തുന്നത്. കോർക്ക് നഗരത്തിൽ ഏഷ്യൻ കടന്നൽക്കൂട് കണ്ടെത്തി. കോർക്ക് നഗരത്തിലെ സൈക്കമോർ മരത്തിൽ ഏഷ്യൻ കടന്നൽക്കൂട് കണ്ടെത്തി. നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസിന്റെ തീവ്രമായ പരിശ്രമത്തെ തുടർന്നാണ് അപകടകാരിയായ ഇവയെ കണ്ടെത്തിയത്. വാട്ടർഫോർഡിൽ ഇന്ത്യൻ ഐറിഷ് കുട്ടികളുടെ ചുമർചിത്ര രചന. വാട്ടർഫോർഡ് വാൾസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇന്ത്യൻ ഐറിഷ് കുട്ടികളുടെ സൗഹൃദ ചുമർചിത്രം അനാച്ഛാദനം ചെയ്തു. യുണൈറ്റഡ് അയർലൻഡ് എന്ന പേരിലാണ് ചിത്രം അനാച്ഛാദനം ചെയ്തത്. നാഷണൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലാണെന്നും സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നും സിൻഫെയിനിന്റെ ആരോഗ്യ വക്താവ് ഡേവിഡ് കുള്ളിനെയിൻ. 13 വയസ്സുള്ള കുട്ടികളിൽ 10ൽ 4 പേർ മാത്രമേ തങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡനം തുറന്നു പറയുന്നുള്ളൂവെന്ന് റിസർച്ച് റിപ്പോർട്ട്. സാമ്പത്തിക സാമൂഹിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ഡബ്ലിനിലെ ബാൽബ്രിഗനിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം. രാവിലെ 6:30ഓടെയാണ് പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത്. ഫോഴ്സ ട്രേഡ് യൂണിയനിലെ അംഗങ്ങളായ സ്കൂൾ സെക്രട്ടറിമാരും കെയർടേക്കർമാരും അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. പൊതുമേഖലാ പെൻഷനുകളും മറ്റ് അവകാശങ്ങളും തൊഴിലാളികൾക്ക് നിഷേധിക്കപ്പെട്ടതിനു പിന്നാലെയാണ് സമരം. ഗാസയിലെ ഭീകരത അവസാനിച്ചതോടെ യൂറോപ്യൻ യൂണിയന്റെ പ്രശസ്തിക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് മൈക്കിൾ ഡി ഹിഗിൻസ്. നിരവധി യൂറോപ്യൻ നേതാക്കൾ ഗാസ വിഷയത്തിൽ മൗനം പാലിച്ചെന്നും ഹിഗിൻസ്. അയർലൻഡിലെ മനുഷ്യക്കടത്തിന് ഇരയായവർക്കുള്ള താമസ സൗകര്യം പര്യാപ്തമല്ലെന്ന് അയർലൻഡിലെ മനുഷ്യാവകാശ സമത്വ കമ്മീഷൻ. മനുഷ്യക്കടത്തിന് ഇരയായ കുട്ടികളെ തിരിച്ചറിയുന്നതിലും പിന്തുണയ്ക്കുന്നതിലും അയർലൻഡ് തുടർന്നും പോരാടുമെന്നും കമ്മീഷൻ. ഡബ്ലിൻ തുറമുഖത്ത് €1 മില്യൺ കൊക്കൈൻ പിടിച്ചെടുത്തു. ഡബ്ലിൻ തുറമുഖത്ത് €1 മില്യൺ കൊക്കൈൻ പിടിച്ചെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. 14 കിലോഗ്രാം കൊക്കൈനാണ് പിടിച്ചെടുത്തത്. യുഎസിന് തിരിച്ചടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ചെറിയ രാജ്യങ്ങളോട് കാണിക്കുന്നത് പോലെ ഇന്ത്യയോട് പെരുമാറിയാൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് യുഎസിന് മുന്നറിയിപ്പുമായി സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വോഫ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. റഷ്യ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്ന് നവാരോ. ക്ഷേത്രങ്ങളുടെ പണം ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച്. സംസ്ഥാനത്തെ 27 ക്ഷേത്രങ്ങളിൽ മിച്ചമുള്ള പണം ഉപയോഗിച്ച് കല്യാണ മണ്ഡപങ്ങൾ പണിയാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കി. ലോകത്തെ 2ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉടൻ മാറുമെന്ന് റിപ്പോർട്ട്. ആഗോള ഓഡിറ്റിംഗ് പ്രമുഖരായ ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ 2025 എക്കോണമി വാച്ച് റിപ്പോർട്ടിലാണ് ഇന്ത്യ 2038 ആകുമ്പോഴേക്കും ലോകത്തെ 2ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സിഗ്നൽ ലൈറ്റ് ഓഫാക്കി പോലീസുകാർ നേരിട്ടിറങ്ങി ഗതാഗതം നിയന്ത്രിക്കണമെന്ന് ഹൈക്കോടതി. രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 5 മുതൽ 7:30 വരെയും സിഗ്നൽ ഓഫ് ചെയ്യാനാണ് നിർദ്ദേശം. ഇന്റർ മയാമി ലീഗ്സ് കപ്പ് ഫൈനലിൽ സെമിയിൽ ഒർലാൻഡോ സിറ്റിയെ പരാജയപ്പെടുത്തിയാണ് മയാമി ഫൈനൽ ടിക്കറ്റ് എടുത്തത്. ഇന്ത്യൻ ഫുട്ബോളിന് മുകളിൽ വീണ്ടും വിലക്ക് ഭീഷണി. ഇന്ത്യൻ ഫുട്ബോളിന് മുകളിൽ വീണ്ടും വിലക്ക് ഭീഷണി. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഭരണഘടന പരിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഫിഫയും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും വിലക്ക് ഭീഷണി ഉയർത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അയർലൻഡിലെ 6 കൗണ്ടികളിൽ അതിശക്തമായ മഴ. ശക്തമായ മഴയെ തുടർന്ന് ക്ലെയർ, ഡൊണഗൽ, ഗാൽവേ, മയോ അടക്കം 6 കൗണ്ടികളിൽ യെല്ലോ വാർണിംഗ് നൽകി കാലാവസ്ഥാ വകുപ്പ്. നീണ്ടു നിൽക്കുന്ന മഴയ്ക്കൊപ്പം ഒറ്റപ്പെട്ട ഇടിമിന്നലും അതിശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.